പ്രിയപ്പെട്ടവരെ, ഇന്നലെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല സംശയങ്ങളും ചോദിക്കുകയുണ്ടായി. അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതില് എൻ്റെ നോട്ടിഫിക്കേഷനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 30/6/2025 ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഷോർട്ടായി പറയാം. 2025-26 അക്കാദമിക് ഇയറിലേക്കുള്ള ഫ്രഷും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടികൾക്ക് പുതുക്കാനുള്ള അപേക്ഷകളാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ www.scholarship.gov.in എന്ന സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. പിന്നെ അവസാന തീയതിയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് 31/9 ആണെന്ന് തോന്നുന്നു. പക്ഷെ 31/9 അല്ല, ഒക്ടോബർ 31 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. പിന്നെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറിയോ വെക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ 80% കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ അതായത് 2025 എന്ന് സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ആ വർഷം കഴിഞ്ഞ റെഗുലറായി പഠനം നടത്തുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. പ്രൈവറ്റായി പഠിക്കുന്ന വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം, ഡിപ്ലോമ കോഴ്സ് അതൊന്നും ചെയ്യുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയില്ല. പിന്നെ പ്രായം എന്ന് പറയുന്നത് 18-ന്റെയും 25-ന്റെയും ഇടയിലായിരിക്കണം. പിന്നെ പറയുന്നത് വരുമാനമാണ്. വാർഷിക വരുമാനം 4.5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായി വരുന്ന രേഖകൾ എന്ന് പറയുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് വേണം, ഇൻകം സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ജാതി തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി വേണ്ടി വരും. ഇവ നമ്മുടെ കോളേജുകളിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചവരാണെങ്കിൽ അവർ റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഇതിൽ 50% പെൺകുട്ടികൾക്കും 15% സ്കോളർഷിപ്പുകൾ SC വിഭാഗത്തിനും 7.5% സ്കോളർഷിപ്പുകൾ ST വിഭാഗത്തിനും 27% OBC വിഭാഗത്തിനും 5% ഭിന്നശേഷി വിഭാഗത്തിനും റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിരുദതലം മുതൽ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ, അതായത് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് ഇത് പരമാവധി 5 വർഷത്തേക്കാണ് നൽകുക. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യുകയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതായത് 3:3:1 എന്നുള്ള രീതിയിലാണ്. അതായത് ടോട്ടൽ 7 പേർക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ടെങ്കിൽ അതിൽ 3 പേർക്ക് സയൻസ് ഉള്ള കുട്ടികൾക്കും 3 കൊമേഴ്സിലുള്ള വിദ്യാർത്ഥികൾക്കും 1 ഹ്യൂമാനിറ്റീസിൽ വരാം. അതായത് റേഷ്യോ പറയുന്നത്. പിന്നെ ബിരുദതലത്തിൽ ഇത് പറഞ്ഞിരുന്നതിന് 12,000 രൂപയും അതേപോലെ തന്നെ PGയിലാണെങ്കിൽ 20,000 രൂപയാണ് ലഭിക്കുക. പിന്നെ ഈ വിദ്യാർത്ഥികൾ ഓരോ വർഷവും എന്ത് ചെയ്യണം, ആദ്യ വർഷം അപേക്ഷിച്ചിട്ട് 2ാമത്തെ വർഷം അവർ പുതുക്കേണ്ടതുണ്ട്. പുതുക്കിയില്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുകയില്ല. പുതുക്കുന്നതിനുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. പുതുക്കാനുള്ള കണ്ടീഷൻസ് 50% മാർക്ക് ലഭിച്ചിരിക്കണം. അതേപോലെ തന്നെ 75% ഹാജരുണ്ടായിരിക്കണം. പിന്നെ ഒരു വർഷം കിട്ടിയിട്ട് അടുത്ത വർഷം റിന്യൂവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം എന്ത് ചെയ്യാം, അവർക്ക് റിന്യൂവൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ റിന്യൂവൽ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ അവർ ഫോളോ ചെയ്തിരിക്കണം. അപ്പോ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയുന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതില് നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, scholarship.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനുശേഷം സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോ
ഇതിൽ OTR എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. OTR എന്ന് പറഞ്ഞാൽ ഓൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളതാണ് OTRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഏത് നമ്പറാണോ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ളത് ആ നമ്പർ വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ആധാർ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് പിന്നെ ഇതിൽ ക്യാപ്ച കോഡ് അടിക്കാൻ വരും. അത് കൊടുത്ത് പ്രൊസീഡ് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ലോഗിൻ ID യും അതേപോലെ തന്നെ പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.